നമ്മൾ എന്തിനെ ആരാധിക്കുന്നോ ആ ആരാധനാമൂർത്തിയിൽ നിന്നും ആ ചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കുമെന്ന് സംശയമൊന്നുമില്ല. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ബലമാണ്. ഒരു ക്രിസ്തീയ സ്ത്രീ അവിടുത്തെ ദേവിയെ പോലെ തന്നെ, അല്ലെ ദേവിക്ക് തുല്യമായിട്ട് അവിടുത്തെ ജനങ്ങൾ ആരാധിക്കുന്നു. മുൻപ് അവിടെ അന്നാമ്മച്ചേടത്തിക്ക് ഒരു പ്രതിഷ്ഠ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴത് ക്ഷേത്രത്തിനുള്ളിലേക്ക് തന്നെ ആ ചൈതന്യത്തെ മാറ്റിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. നമുക്കിടയിൽ മനുഷ്യരായി തന്നെ ജനിച്ച് മനുഷ്യരായി മരിച്ച്, പക്ഷെ മരണശേഷം ദൈവങ്ങളായി മാറുന്നതെന്നല്ല മാറ്റുന്നതെന്നും വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ചൈതന്യത്തിൽ എത്തിച്ചേരുന്ന കുറേ ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണി സാധാരണ ഒരു മനുഷ്യനായിരുന്നു, പക്ഷെ ദൈവത്തെ പോലെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ കുറേ ഉദാഹരണങ്ങളില്ലേ? അപ്പോൾ അതേക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാമോ? അല്ല, ഒരു കഥയിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം. അതായത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ അറവുകാട് എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ അന്നാമ്മച്ചേടത്തി എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠാസങ്കല്പമുണ്ട്. ഒരു ക്രിസ്തീയ സ്ത്രീ അവിടുത്തെ ദേവിയെ പോലെ തന്നെ, അല്ലെ ദേവിക്ക് തുല്യമായിട്ട് അവിടുത്തെ ജനങ്ങൾ ആരാധിക്കുന്നുണ്ട്. മുൻപ് അവിടെ അന്നാമ്മച്ചേടത്തിക്ക് ഒരു പ്രതിഷ്ഠ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴത് ക്ഷേത്രത്തിനുള്ളിലേക്ക് തന്നെ ആ ചൈതന്യത്തെ മാറ്റിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഈ അന്നാമ്മച്ചേടത്തി അവിടെ വന്നതിന് പിന്നെ ഒരു രസകരമായ കഥയുണ്ട്. അതായത് ഈ ഞങ്ങളുടെ ആ ഭാഗമായ വൈശംഭാവം എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്ത് എവിടെയാണ് ഈ അന്നാമ്മച്ചേടത്തിയുടെ വീട്. അപ്പോൾ അവിടെ ചെത്തുന്നതിന് വേണ്ടി വന്ന ചെത്തുകാരനായ ഒരാളുമായിട്ട് ഇവർ പ്രണയത്തിലാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. രാജഭരണകാലത്തൊക്കെ നടന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ അവർ പ്രണയത്തിലാവുന്നു. അവസാനം അവർ ശരിക്കും ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് അവരെ സ്വീകരിക്കാനൊരു ബുദ്ധിമുട്ട്. കാര്യം വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നുള്ള ഭയം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നിന്നെ എനിക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീ നിസ്സഹായമാണ്. അപ്പോൾ അവർ കൂട്ടുകാരെല്ലാം വന്ന് പറയും, എങ്ങനെങ്കിലും ഇവിടെ കൊണ്ടുപോകണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ അന്ന് യാഥാസ്ഥിക കുടുംബമാണ്, ക്രിസ്തീയ കുടുംബമാണ്. ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ച് ഇവിടെ ആത്മഹത്യ ചെയ്യും, അതുകൊണ്ട് അത് താങ്ങാൻ ഞങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം രക്ഷയില്ലാതെ വന്നപ്പോൾ തന്നെ പറയാം, ആ ഒരു അവസ്ഥയിൽ ഇദ്ദേഹം ചെത്ത് വള്ളത്തിൽ കയറ്റി ഇവരുമായിട്ട് പോവുകയാണ്. അങ്ങനെ പൂക്കൈതയാർ എന്ന് പറയുന്ന അവിടെ ഒരു ആറുണ്ട്. ആ പൂക്കൈതയാറ്റിലൂടെ പോകുമ്പോൾ ഇടിയും കൊള്ളിയാനും മഴയൊക്കെ വരികയും ഈ വള്ളം മുങ്ങുകയും ചെയ്തു. മുക്കിയതാണെന്നും പറയുന്നു, മുങ്ങിയാണെന്ന് പറയും. എന്താണെങ്കിലും ഇവർ മരിക്കുകയാണ്. ഈ ഗർഭിണിയായ സ്ത്രീ, പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ മരിച്ചു. മരിച്ചതിന് ശേഷം ഇവരുടെ ആത്മാവ് ഈ നമ്മളിപ്പോൾ പറഞ്ഞ ആ ചെത്തുകാരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തിയിട്ട് അവിടുത്തെ സ്ത്രീകളിൽ പ്രവേശിച്ചെന്നാണ് പറയുന്നത്. എന്നിട്ട് അവരിങ്ങനെ ഉറഞ്ഞു തുള്ളുമ്പോൾ ഈ അടുത്ത വീട്ടിൽ കിടക്കുന്ന സ്ത്രീകളുടെ ഇടുന്ന ചട്ടയുണ്ടല്ലോ, ക്രിസ്ത്യാനി ഇടുന്ന ചട്ട, അതെടുത്തിട്ട് തുള്ളുമ്പോൾ എന്ത് ചോദിച്ചാലും സത്യം പറയും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ഈ ചൈതന്യമായ ഈ സ്ത്രീ അവരുടെയൊക്കെ മുന്നിൽ അങ്ങനെ ഒരു എനർജി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ വന്ന് ഈ സ്ത്രീകൾക്കെല്ലാം ഇങ്ങനെ ദേഹത്ത് കയറി തുള്ളുക പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണമ്പള്ളി വല്ലിച്ചെന്ന് പറയുന്ന ഒരു മഹാമാന്ത്രിയാണ് കാലഘട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വന്ന് ഈ അന്നാമ്മയെ ഇവരുടെ ദേഹത്തുനിന്ന് ആവാഹിച്ചെന്നും ഈ അറവാട് ക്ഷേത്രത്തിൽ കൊണ്ട് കുടിയിരുത്തിയെന്നുമാണ്. ഇന്നും അറവാട് അമ്പലത്തിൽ ഒരു ദിവസം ഒരു 15 ചട്ടയം കൊണ്ടെങ്കിലും വരും. അതുപോലെ നടുവ് കഞ്ഞി എന്ന് പറയുന്നൊരു വഴിപാടുണ്ട്. സുഖപ്രസവം കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തായിരുന്നു. കാര്യം വിശ്വാസം ആണെന്ന് പറഞ്ഞാലും അത് കാര്യം നമ്മുടെ ഭാര്യയുടെ കാര്യം പരീക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആ നടുവ് കഞ്ഞി നേർന്നു. അന്നാമ്മച്ചേടത്തിക്ക് ഞാൻ ചട്ടയം കൊണ്ട് സമർപ്പിച്ചു. പക്ഷെ സുഖപ്രസവം ഉണ്ടായി. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. ഈ അന്നാമ്മ ഒരു ദൈവിക സങ്കല്പത്തിലേക്ക് ഉയർന്നു. അതുപോലെ തന്നെ ഏവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാക്കാത്തിയമ്മ എന്ന് പറയുന്നൊരു അമ്പലമുണ്ട്. ഈ കാക്കാത്തിയമ്മയെ ഇതുപോലെ തന്നെ ഒരു ധനികനായ ഒരാൾ പ്രണയിച്ച് അവരെ ഗർഭിണിയായപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും അതിനുശേഷം അവരെ കൊന്നുകളയുകയായിരുന്നു. കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവരെ തീയിട്ട് കൊല്ലുകയാണ്. അങ്ങനെ മരണപ്പെട്ട ഈ കാക്കാത്തിയമ്മയെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സ്ഥലമാണ് ഏവൂരിനടുത്ത് കണ്ണമ്പള്ളി ക്ഷേത്രത്തിലെ കാക്കാത്തിയമ്മ. അവിടെ കരിവള, പൊട്ട, ചാന്ത, സിന്ദൂരം അങ്ങനെയുള്ള വസ്തുക്കൾ നമുക്ക് നേരിട്ട് ഈ ദേവതയെ ചാർത്തിച്ചിട്ട് നമുക്ക് ക്ഷേത്രത്തിനകത്ത് കയറി ഒരുക്കാം. ഈ ദേവതയെ ഒരുക്കി അവിടെ നമുക്ക് ആരതിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോരാവുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഇങ്ങനെ മുമ്പേ പറഞ്ഞ പോലെ കായംകുളം കൊച്ചുണ്ണി, പിന്നെ പാലംപുല എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. പത്തനംതിട്ട ജില്ലയിലാണ്. അദ്ദേഹം ഒരു കുടുംബക്കാർ അടിയാനായിരുന്നു. അദ്ദേഹത്തിന് പറമ്പ് കളയ്ക്കുന്ന സമയത്ത് ഒരു സ്വർണത്തിൻ്റെ ചേനയോ എന്തോ സ്വർണ്ണ രൂപത്തിൽ കിട്ടി. സത്യസന്ധനായ അദ്ദേഹം അതുകൊണ്ടൊന്ന്
ഇതിൻ്റെ യജമാനെ ഏൽപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ സത്യസന്ധതയിൽ അദ്ദേഹത്തിന് ഒരു സന്തോഷമുണ്ട്. കാര്യം ഇതും കൊണ്ട് വീട്ടിൽ പോകാതെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നിന്ന്, ഈ മുതലാളിയുടെ പറമ്പിൽ നിന്ന് കിട്ടിയ സാധനം അവിടെ തന്നെ ഏൽപ്പിച്ചിട്ട് പോയി. അപ്പോൾ എത്രയ്ക്ക് കൃത്യതയുള്ള മനുഷ്യൻ. ഇദ്ദേഹത്തെ പിന്നീട് ഒരു പുലിയുടെ ആക്രമണത്തിലോ എന്തോ പെട്ട് ഇദ്ദേഹം മരിക്കുകയാണ്. അപ്പോൾ ആ മനോവിഷമത്തിൽ ആ വീട്ടുകാർ ഇത്ര സത്യസന്ധനായ ഇദ്ദേഹത്തെ ഒരു ക്ഷേത്രം പണിത് അതിൽ പ്രതിഷ്ഠിച്ച് ഇന്നും പാലംപുലയൻ്റെ അവിടെ കളവ് വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയാൽ വഴിപാട് കഴിക്കാൻ വേണ്ടി 100 കണക്കിന് ആൾക്കാർ അവിടെ എത്തും ആ ക്ഷേത്രത്തിൽ. അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ധാരാളം ഇത്തരം കഥകൾ നമുക്ക് കിട്ടും. ഇത് വെറും കഥയല്ല. കുട്ടനാട്ടിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ 100 കഥകളാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ കാളയ്ക്ക് പകരം വെച്ച് കെട്ടി ഉഴുതിട്ട് മരിച്ചു പോയ ആളെ ആരാധിക്കുന്ന സ്ഥലം എൻ്റെ വീടിനടുത്തുണ്ട്. അതായത് പണ്ട് ഈ മുതലാളിമാർ ചെയ്ത ക്രൂരതയാണ്. അതായത് ഒരു കാളയെ ഇദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടു, ഉഴവിന് വന്ന ആളുടെ നിന്ന് കാള നഷ്ടപ്പെട്ടു, എങ്ങനെയോ പോയി. ഈ കാളയെ തേടി ഇദ്ദേഹം നടന്നിട്ട് കണ്ടില്ല. മുതലാളിയോട് എന്ന് പറഞ്ഞു, എൻ്റെ ആ കാളയെ കാണുന്നില്ലെന്ന് പറഞ്ഞു. ഇന്ന് ഉഴവ് മുടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആ കാളയ്ക്ക് പകരം നീ നിൽക്കാൻ പറഞ്ഞു. ഇവൻ്റെ പുറത്തോട്ട് ഈ നുകം വെച്ച് കെട്ടി ഉഴുത്. വൈകുന്നേരം ആയപ്പോൾ ഇവൻ കാളയുടെ അറ്റത്ത് മരിച്ചു കിടന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്ട്രെയിൻ എടുത്ത് അദ്ദേഹം മരിച്ചു പോവാണ്. അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു അമ്പലം എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. അപ്പം നമ്മുടെ കുട്ടനാടൻ പ്രദേശത്തല്ല, നമ്മുടെ ഈ കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും വടക്കേന്ത്യയിൽ പോയാലും എവിടെ ചെന്നാലും ഇതുപോലുള്ള ആരാധനാ സങ്കല്പങ്ങളുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് പറഞ്ഞാൽ ത്രിഗുണ പ്രധാനികളാണ് മനുഷ്യരെല്ലാവരും. അപ്പം നമുക്കറിയാം നമ്മുടെ ഈ ആരാധനാ സങ്കല്പങ്ങളെല്ലാം വരുന്ന ഗുണപ്രധാനമായിട്ടാണ്. ഇപ്പം കാവ്യയുടെ ഇഷ്ടദേവൻ ആരാണെന്ന് ഇപ്പം ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ, പറയാം. ഭഗവതിയാണ്, ഭഗവതി ശിവനുമാണ്. ചിലർക്ക് കൃഷ്ണനായിരിക്കാം. കൃഷ്ണൻ്റെ പ്രത്യേകത എന്താണ്? മനോമോഹനാണ്, ഓടക്കുള്ളു വായിക്കുന്നു, സുന്ദരനാണ്, സുമോഹനാണ്, എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു പൗരുഷ ലക്ഷണമുള്ള വളരെ സാത്വികനായ അല്ലേ ഒരു രൂപമാണ് കൃഷ്ണൻ്റെത്. അപ്പോൾ അത്തരം രൂപത്തെ ആരാധിക്കാൻ മാനസികമായിട്ടുള്ള സന്തോഷമുള്ളവരുണ്ട്. അവർ ഒത്തിരി സാത്വികത നിറഞ്ഞു നിൽക്കുന്നവർക്ക് ചിലപ്പോൾ സന്തോഷത്തോടു കൂടിയുള്ള ആ ഭാവമായിരിക്കും ഇഷ്ടം. ചിലർക്ക് ഭദ്രകാളിയുടെ രൂപമായിരിക്കും ഇഷ്ടം. കാര്യം നാക്കൊക്കെ പുറത്തേക്ക് ചാടി ആ രൗദ്രഭാവം. അപ്പോൾ എന്താണ് കാരണം? ഈ ആളിന് തമോ ഗുണത്തോട് ഇച്ചിരി കൂടുതൽ അടുപ്പം കാണും. അപ്പോൾ സാത്വികത കൂടുതലുള്ളവർക്ക് ഇത്തരം ഭാവങ്ങളോടും, തമോ ഗുണപ്രധാനികളായ ആൾക്കാർക്ക് ഇത്തരം ഭാവങ്ങളോടും, അതായത് ഭദ്രകാളിയെ പോലെ ആ രൂപമായിരിക്കും അവർക്ക് താല്പര്യം. പിന്നെ രജോ ഗുണപ്രധാനികളായിട്ടുള്ളവരുണ്ട്. ഇത് രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ ശ്രീരാമചന്ദ്രനെ പോലെയോ അല്ലെ അത്തരം ഭാവങ്ങളിലേക്കായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ആരാധന, ഈ ഹിന്ദുവിന് ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് നമുക്ക് ആരാധിക്കാം. നമ്മൾ എന്തിനെ ആരാധിക്കാം? നമുക്ക് വൃക്ഷത്തിനോടാണ് താല്പര്യമെങ്കിൽ വൃക്ഷം ആലിനെ ആരാധിക്കാം, അല്ലെങ്കിൽ നമുക്ക് ജീവജാലങ്ങളെയൊക്കെ ആരാധിക്കാം. എന്തിനേയും നമ്മൾ ഈശ്വരനെ കാണാം. കല്ലിനെയും പാറ്റയും പുഴുവിനെയും എന്തിനേയും ഈശ്വരനെ കാണാനുള്ള ഒരു മനോബലവും മാനസിക പക്വതയുള്ള ഒരു സമുദായമാണ് ഈ ഹൈന്ദവ സമുദായം. ഞാൻ മറ്റു മതത്തെ കുറ്റപ്പെടുത്തി പറയല്ല. മറ്റ് സെമിറ്റിക് മതങ്ങൾക്ക് ഒരു കൃത്യമായ ചട്ടക്കൂടുള്ളതുകൊണ്ട് അവരതിൽ നിന്നുകൊണ്ട് മാത്രമേ അവരുടെ വീക്ഷണങ്ങളെ വിലയിരുത്താനും അവരുടെ ആരാധനയെ കാണാനും പറ്റുള്ളൂ. പക്ഷേ ഹിന്ദുക്കൾക്ക് വിശ്വസിച്ചാലും ഒന്നുമില്ല, വിശ്വസിച്ചില്ലേലും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണേൽ ആരാധിക്കാം, ഏത് ചൈതന്യത്തെ ആരാധിക്കാം. പ്രധാനമായൊരു കാരണം ഇപ്പോൾ പറഞ്ഞ ഈ ഫലം എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ആ ആരാധനയിലൂടെ, അത് തെറ്റായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ ഉപാസിക്കുമ്പോൾ ഉപാസനയിൽ നിന്നാണ് നമുക്ക് ആ ബലം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്, ആ ചൈതന്യം നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തിൽ അങ്ങോട്ട് ആരോപിച്ചാലും അതിൽ നിന്ന് തിരിച്ച് നമുക്ക് ആ എനർജി വരും. നമ്മൾ ഗുരുദേവൻ തന്നെ പറയണ്ടല്ലേ, ഇപ്പം നമ്മൾ തത്വമസി എന്ന് പറയുന്ന അത് നീ ആകുന്നുള്ള ആ ചൈതന്യം, അത് എന്തിൻ്റെ മേൽ ആരോപിച്ചാലും, ഈ നമ്മൾ ഇരിക്കുന്ന ആ ക്യാമറയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഭൗതിക വസ്തുവോ, അതിന് നിരന്തരം ആരാധിക്കും. സ്കൂട്ടർ, ഇവിടെ ഒരു ബൈക്ക് ആരാധിക്കുന്ന ഒരു അമ്പലമുണ്ട് വടക്കേന്ത്യയുടെ അല്ലേ, ആ ബൈക്ക് ആരാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്തിനെ ആരാധിക്കുന്നോ ആ ആരാധനാമൂർത്തിയിൽ നിന്നും ആ ചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കുമെന്ന് സംശയമൊന്നുമില്ല. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ബലമാണ്. ആ ബലം തന്നെ അതിൻ്റെ 10 മടങ്ങായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരികയാണ്. കാര്യം എന്താണ് കാരണം? നമ്മളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അപ്പം നമ്മളിൽ ആ ചൈതന്യം ഉണ്ട്. പ്രാണരൂപത്തിലിരിക്കുന്ന ഈശ്വരൻ നമ്മളിലുള്ളതുകൊണ്ട് നമ്മൾ എന്തിനു നോക്കിയാലും അതെല്ലാം സർവ്വചരാചരങ്ങളിൽ നമുക്ക് ഈശ്വരൻ ഉള്ളതുകൊണ്ട് ഈ ഈശ്വര സങ്കല്പം ഒരിക്കലും തെറ്റല്ല.
അതിൽ നിന്ന് എനർജി 100% കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും ആരാധകരുണ്ടാകുന്നത്. നമുക്ക് നേരിട്ട് പോയ പോലും ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.